Hello students, today I am going to discuss the next important property of transition metals. Okay, transition metals exhibit variable oxidation state. Okay, all transition elements except first and last member of the series of the transition series exhibit variable oxidation state. അപ്പോൾ ഒരു ട്രാൻസിഷൻ സീരീസിലെ ഫസ്റ്റ് മെമ്പറും ലാസ്റ്റ് മെമ്പറും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെൻസും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്കെ, വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ ഫസ്റ്റ് എലമെൻ്റായ സ്കാൻഡിയവും ലാസ്റ്റ് എലമെൻ്റായ സിങ്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ട്രാൻസിഷൻ മെറ്റൽസും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്കെ, why the transition metals exhibit variable oxidation state? Please listen. നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് n-1d 1 to n-1d 1 to 10 ns 1 to 2. അപ്പോൾ ഇവിടെ വാലൻസ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എന്താണ്? NSലും n-1dയിലുമാണെന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇൻ ട്രാൻസിഷൻ മെറ്റൽസ് ദ വാലൻസ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ബോത്ത് NS ആൻഡ് n-1d ഓർബിറ്റൽസ്. ഓക്കെ, യെസ്, ദെൻ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് NS ആൻഡ് n-1d orbital ഈസ് വെരി സ്മാൾ. The NS and n-1d orbitals have comparable energies. Okay, energy almost same ആണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷനിൽ NS ഇലക്ട്രോണുകളും n-1d ഇലക്ട്രോണുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ, then okay, that means in the case of transition elements, the energy difference between n-1d orbital and ns orbital is very small. Then both ns orbital and n-1d orbitals is taking part in chemical reaction. Then the common oxidation state of first transition series is +3. Okay, except the element scandium. Then the transition metals exhibit the oxidation state from 0 to +8. Okay, the higher oxidation state of transition metal is +8. So transition metals exhibit ചെയ്യുന്ന highest oxidation state +8 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ആ +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഓസ്മിയവും റുഥീനിയവുമാണ്. റുഥീനിയം, OS ഓസ്മിയം, RU റുഥീനിയം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ ഷോൺ ഇൻ ഓക്സൈഡ്സ് ആൻഡ് ഓക്സോ ആനയോൺസ്. ഓക്സൈഡ്സിലും ഓക്സോ ആനയോണിലും ട്രാൻസിഷൻ മെറ്റൽസ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4, K plus MnO4 minus, the radical MnO4 carries one negative charge. This MnO4 is called permanganate ion. It is an oxo anion, oxygen containing anion. Yes, MnO4 മൈനസ്. അപ്പോൾ MnO4 മൈനസിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. MnO4 ടോട്ടൽ ചാർജ് ഈസ് -1. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം -2 ആണ്. മാംഗനീസ് X, ദെൻ 4 × -2, 4 × -2 പ്ലസ് മാംഗനീസ് X ആയിട്ട് എടുക്കാം. പ്ലസ് X ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഈസ് -1, then -8 plus X equal to -1, then X equal to -1 plus 8, that is +7. Yes. അപ്പോൾ in permanganate ion, manganese exhibits +7 oxidation state. Yes.
Then the next important property of transition metal is transition metal forms interstitial compounds. What is meant by interstitial compound? Interstitial compound എന്താണെന്ന് പറയുന്നതിന് മുമ്പ് interstitial site എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് മെന്റ് ബൈ interstitial site or interstitial void? ഓക്കെ, നമ്മൾ പ്ലസ് വണ്ണിൽ ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ interstitial hydrates കുറിച്ച് പഠിച്ചതാണ്. അത് ഓക്കെ, interstitial hydrates are one of the interstitial compounds. Then what is meant by interstitial void or interstitial site? നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്കറിയാം, യെസ്, സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ ക്ലോസ് പാക്കിങ്ങിൻ്റെ ഫലമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേക്കൻറ്റ് സ്പേസ് ആണ് ഇൻഡസ്ട്രീഷ്യൽ വോയിഡ്. ഓക്കെ, ദ ട്രാൻസിഷൻ മെറ്റൽസിൽ എന്താണ് ട്രാൻസിഷൻ മെറ്റൽ ആറ്റങ്ങളുടെ ക്ലോസ് പാക്കിങ്ങിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് close packing forms some vacant space. This vacant space is called interstitial void or interstitial site. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ, ബോറോൺ, കാർബൺ, നൈട്രജൻ പോലുള്ള ചെറിയ ആറ്റങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും. Okay, when the transition metals are heated with hydrogen or boron or carbon or nitrogen, these atoms occupy the interstitial site of transition metals. അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് interstitial compounds. The interstitial compounds are those in which small atoms occupy the interstitial sites in the crystal lattice. Okay, the interstitial compounds are formed by transition metals because the small atoms of hydrogen, boron, carbon and nitrogen can easily occupy the interstitial sites present in the crystal lattice of D block elements. And the next property is alloy formation. Okay, നമുക്കറിയാം alloys are formed by the mixing of two or more metals. Okay, alloys consist of two or more metals. Then, for example, gold and copper രണ്ടും ട്രാൻസിഷൻ മെറ്റലാണ്. നമുക്ക് ഗോൾഡ് കോപ്പർ എലോയി ഉണ്ടാക്കാം. ഹൗ ക്യാൻ വി പ്രിപ്പയർ ഗോൾഡ് കോപ്പർ എലോയി? ഗോൾഡ് കോപ്പർ എലോയി ഈസ് പ്രിപ്പയർഡ് ബൈ കൂളിംഗ് എ മിക്സ്ചർ ഓഫ് സൊല്യൂഷൻ ഓഫ് gold and copper, then subjected to solidification. Okay, yes, we will get that gold copper alloy. Okay, അപ്പോൾ വളരെ പെട്ടെന്ന് ഗോൾഡും എന്താണ് ഇപ്പോൾ ഗോൾഡ് കോപ്പർ അലോയ് ഫോം ചെയ്യണമെങ്കിൽ ഗോൾഡ് ആറ്റങ്ങളുടെ ലാറ്റിസ് സൈറ്റ്, ചില ഗോൾഡ് ആറ്റങ്ങളുടെ ലാറ്റിസ് സൈറ്റ് കോപ്പർ ആറ്റങ്ങൾക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റണം. എന്തുകൊണ്ടാണ് അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ മെറ്റലിൻ്റെ ലാറ്റിസ് സൈറ്റ് വേറൊരു ട്രാൻസിഷൻ മെറ്റൽ ആറ്റത്തിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അവിടെ എലോയ് ഫോം ചെയ്യൂ. ദ റീസൺ ഈസ് ദാറ്റ് the transition metal atoms have almost similar in size. Please listen. Transition metals form alloy. Reason idana, transition metal atoms are quite similar in size, and the atoms of one transition metal can be substituted by atoms of other metals in the crystal lattice. Okay, yes, thus on cooling a mixture of solution of two or more transition metals, solid alloys are formed. Okay students, അപ്പോൾ ഞാൻ ഇതുവരെ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കെമിക്കൽ പ്രോപ്പർട്ടീസാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ ഇന്നുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ,
ഗുഡ് ബൈ, സ്റ്റഡി വെൽ.